إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله ഈ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ ജുമുഅ ദിവസം നാം സംഗമിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ. ഈ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ അവന് സുജൂദ് ചെയ്യുന്ന മസ്ജിദുകളാണ് എന്ന്. അള്ളാഹുവിൻ്റെ ഭവനങ്ങളോട് നമുക്കൊക്കെയുള്ള ബന്ധം എത്രത്തോളമുണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. ഓരോ വെള്ളിയാഴ്ചയും വ്യക്തമായ കാരണങ്ങളുള്ളവർ ഒഴികെ പ്രായപൂർത്തിയെത്തിയ എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ജുമുഅക്ക് വേണ്ടി സംഗമിക്കണം എന്നാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. വെള്ളിയാഴ്ച ദിവസം ജുമുഅക്കായി വിളിക്കപ്പെട്ടാൽ അതുവരെ മുഴുകിയിരുന്ന കച്ചവടം പോലുള്ള, പഠനം പോലുള്ള എല്ലാ പ്രവൃത്തികളും മാറ്റിവെച്ച് തന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തിലേക്ക് താൽപര്യപൂർവം വരണം. അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഖൈർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഫസ്ഔ ഇലാ ദിക്രില്ലാ എന്നതിന് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചത് മൗഇലത്തുൽ ഇമാമി അലൽ മിമ്പർ എന്നാണ്. മിമ്പറിൽ വെച്ച് ഇമാം നൽകുന്ന ഉപദേശം എന്നാണ്. ഈ രംഗത്ത് ഏറ്റവും നാം സ്വീകരിക്കേണ്ട മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചിട്ടുമുണ്ട്. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബതാനി കാന യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ഖുതുബ നിർവഹിക്കും. ആ രണ്ട് ഖുതുബക്കിടയിൽ ഒന്ന് ഇരിക്കും. യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. എന്നിട്ട് മിമ്പറിൽ വെച്ച് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ച്
അതനുസരിച്ച് ഉത്ബോധിപ്പിക്കും എന്നാണ്. ഇന്നത്തെ ഈ ഖുതുബ ഇങ്ങനെ തുടങ്ങാൻ കാരണം നിർവഹിക്കപ്പെടുന്ന ഉത്ബോധനം എത്രത്തോളം സമൂഹത്തിൽ ഫലിക്കുന്നുണ്ട് എന്ന് ആലോചിക്കാനാണ്. ഉത്ബോധനങ്ങൾ ഏറെ നടക്കുന്നുണ്ട് നമ്മുടെ നാടുകളിൽ. ജുമുഅ ഖുതുബയല്ലാത്ത ഉത്ബോധനങ്ങളും നടക്കുന്നു. അങ്ങനെ ഉത്ബോധനം നടക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നീ ഉത്ബോധിപ്പിക്കണം, ഉത്ബോധനം സത്യവിശ്വാസികൾക്ക് ഫലം ചെയ്യും എന്നാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. ഉത്ബോധനങ്ങൾ, ശക്തമായ ഉത്ബോധനങ്ങൾ നടന്നിട്ടും ആ ഉത്ബോധനങ്ങളൊക്കെ കേവലം ജഡികമായ, ശവതുല്യമായ, ഒരാൾക്കും ഉപകരിക്കാത്ത നിലക്ക്, അതിലുള്ള ഉപകാരങ്ങൾ സ്വീകരിക്കാത്ത നിലക്ക് ആകുന്നുവെങ്കിൽ നാം അത് ഭയപ്പെടണം. സയദ്ദക്കറു മൻ യഖ്ശ. അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെടുന്നവർ മാത്രമാണ് ഉത്ബോധനങ്ങൾ സ്വീകരിക്കുക എന്ന് അള്ളാഹു ഉണർത്തുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ തിന്മകൾക്കെതിരിലുള്ള ശക്തമായ ഉത്ബോധനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലഹരിക്കെതിരിൽ സർക്കാർ തലത്തിലടക്കം തൂഫാൻ എന്ന പേരിട്ടുള്ള ഉത്ബോധനങ്ങൾ ഒക്കെ മനുഷ്യരെ മാറ്റിയെടുക്കാനാണ്, മനുഷ്യർ നന്മയുള്ളവരായി മാറാനാണ്. ആ നന്മ വ്യക്തിയിലും സമൂഹത്തിലും ഉണ്ടാകുകയും അതനുസരിച്ച് സമൂഹം നല്ലവരായി മാറാനാണ് ഉത്ബോധനങ്ങൾ. പക്ഷേ എന്തുകൊണ്ട് ഉത്ബോധനങ്ങൾ ഫലപ്പെടുന്നില്ല? സത്യവിശ്വാസികളെന്ന നിലക്ക് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. ഉത്ബോധനം ഫലപ്പെടാൻ അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. അതിലൊന്ന്, എല്ലാം നിരീക്ഷിക്കുന്ന റബ്ബിനെക്കുറിച്ചുള്ള ബോധം മനുഷ്യ മനസ്സിൽ സ്ഥാനം പിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അത് മാറ്റിവെച്ചുകൊണ്ടുള്ള എത്ര ഉത്ബോധനങ്ങൾ ശക്തമായി പണവും സമയവും ചെലവഴിച്ച് നൽകപ്പെട്ടാലും സമൂഹത്തിൽ നിന്ന് മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം ഏതൊരു മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നോ അവിടെ മാറ്റമുണ്ടാകും. ഇന്നല്ലാഹ ലാ യഖ്ഫ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലാവട്ടെ ഉപരിലോകത്താവട്ടെ അവനെ തൊട്ട് മറഞ്ഞു നിൽക്കുന്ന ഒന്നും ഇല്ല എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത്. അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും ബലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ. തിന്മകളിൽ മുഴുകിയ ജനങ്ങളോട്, മനുഷ്യരോട് അള്ളാഹുവിൻ്റെ ഒരു താക്കീതാണ് ഈ വചനം. അവർ കരുതുന്നുവോ അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, തിന്മകൾ ചെയ്യാൻ സ്വകാര്യമായി ഒത്തുകൂടി അവരേർപ്പെടുന്ന ആ രഹസ്യങ്ങളിലും തിന്മകളിലും അതിനുവേണ്ടി അവർ നടത്തുന്ന രഹസ്യ ഭാഷണങ്ങളും നാം കേൾക്കുന്നില്ല എന്നാണോ അവർ കരുതുന്നത്? ബലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ. എന്നാൽ അവരറിയുന്നില്ല, നമ്മുടെ ദൂതന്മാർ, നാം ഏൽപ്പിച്ച മലക്കുകൾ അവരെ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിലും മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഹദീസുകളിലുണ്ട്. ഒരു ഹദീസിൽ തന്നെ ഈ ഉമ്മത്തിന് ലഭിക്കേണ്ട 10 നന്മകൾ ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിൽ ആദ്യം റസൂലുള്ള ചോദിച്ചത് അല്ലാഹുമ്മ ഖസിം ലനാ മിൻ ഖശിയതിക മാ യഹൂലു ബൈനനാ വബൈന മആസിക എന്നായിരുന്നു. അല്ലാഹുവേ, നിനക്കെതിരിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു തിന്മകൾ ചെയ്യാൻ ഒരുമ്പെടുമ്പോൾ ആ തിന്മകൾക്കിടയിൽ മറയിടുന്ന നിലക്കുള്ള നിന്നെക്കുറിച്ചുള്ള ഭയം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ എന്നായിരുന്നു.
ഈ ഭയമുണ്ടാകുക എന്നതാണ് തിന്മകളിൽ നിന്ന് സമൂഹം മാറാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 കാര്യങ്ങൾ രക്ഷ ചോദിച്ചു പ്രാർത്ഥിച്ചു. അതിലൊന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ, അല്ലാഹുവേ നിന്നെക്കുറിച്ചുള്ള ഭയം തീണ്ടാത്ത ഹൃദയത്തിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. നമ്മുടെ ഹൃദയം ഒരു വിലപ്പെട്ട അവയവമാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വിലപ്പെട്ട അവയവം, നാം ഏറെ ശ്രദ്ധിക്കുന്ന അവയവം. ആ അവയവത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നാം എന്തും ചെയ്യും. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനം, എൻ്റെ ഹൃദയത്തിൽ റബ്ബിനെക്കുറിച്ചുള്ള ഭയമുണ്ടോ എന്ന് ഞാനും നിങ്ങളും ആലോചിച്ചു കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അത് നേടാൻ അത് തന്ന അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം. തിന്മകൾ സമൂഹത്തിൽ വ്യാപകമാകാൻ മറ്റൊരു കാരണമുണ്ട്. ഇസ്തിദ്റാജ് എന്നതാണ് അതിൻ്റെ കാരണം. ഇസ്തിദ്റാജിനെ ഭയപ്പെടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താ ഇസ്തിദ്റാജ്? ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ ഒരാള് അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അവൻ അനുഗ്രഹങ്ങൾ നൽകുന്നു, ആരോഗ്യം നൽകുന്നു, സമ്പൽ സൗകര്യങ്ങൾ നൽകുന്നു, എല്ലാം നൽകുന്നു. അപ്പൊ അവൻ വിചാരിക്കുകയാണ്, അള്ളാഹു എന്നോട് ഇഷ്ടം കാണിച്ചത് കൊണ്ടാണ് ഇതൊക്കെ നൽകിയിട്ടുള്ളത്, അതുകൊണ്ട് അവൻ ധിക്കാരിയായി മാറുന്ന അവസ്ഥ. അതാണ് ഇസ്തിദ്റാജ്. ഒരു ഹദീസിൽ കാണും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തല്ലാഹ തആല യുഅ്തിൽ അബ്ദ ഫിദ്ദുനിയ അലാ മആസിഹി മാ യുഹിബ്ബു. ഒരാൾ അള്ളാഹനെ ധിക്കരിച്ചാണ് അവന്റെ ജീവിതം, തോന്നിവാസങ്ങളിൽ മുഴുകിയാണ് അവന്റെ ജീവിതം, എന്നിട്ടും അവൻ ഇഷ്ടപ്പെടുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു അവന് നൽകുന്നു. ഇസ്തിദ്റാജ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഒരു ഇസ്തിദ്റാജാണ്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ അവനെ പതുക്കെ പതുക്കെ അള്ളങ്ങനെ പിടികൂടി അവസാനം അള്ളാന്റെ പിടുത്തത്തിൽപ്പെട്ട് അവൻ ഇഹത്തിലും പരത്തിലും ശിക്ഷയ്ക്ക് വിധേയമാകും. മീൻ പിടിക്കുന്ന ആളുകൾ തൻ്റെ ചുണ്ടയിൽ ആ മീൻ കൊത്താൻ മീനിന് ഇഷ്ടമുള്ള ഭക്ഷണം അതിൻ്റെ കൊത്തിവെക്കും, എന്നിട്ട് വല വീശും, അല്ലെങ്കിൽ ആ ചൂണ്ടയിടും. എന്തിനാണത്? ആ മീനിനെ പിടിക്കാനാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകിയിട്ട് അവനെ ധിക്കരിച്ച് തോന്നിവാസങ്ങൾ മുഴുകുന്നവരെ പിടികൂടാനാണ് യഥാർത്ഥത്തിൽ ഈ അനുഗ്രഹങ്ങൾ നൽകുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ അൻആമിലെ ഒരു വചനമോദി, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. നമ്മുടെ ഉത്ബോധനങ്ങൾ മറന്നപ്പോൾ ആകാശകവാടങ്ങൾ തുറന്നുവിട്ട് അവർക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നാം അവർക്ക് നൽകി. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അങ്ങനെ അവർക്ക് ലഭിച്ച ആ അനുഗ്രഹങ്ങൾ കണ്ട് അവര് ലക്ഷ്യബോധം മറന്ന് ആഹ്ലാദിച്ചപ്പോൾ അഖദ്നാഹും ബഗ്തതൻ, പെട്ടെന്ന് അല്ലാഹു അവരെ പിടികൂടി. ഫഇദാ ഹും മുബ്ലിസൂൻ, അപ്പരതാ അവര് നിരാശയിലകപ്പെട്ടു. ഈ ഹദീസിന്റെ ശറഹിൽ കാണാം, ഫകം മിൻ മുസ്തദ്റജിൻ ബിന്നിഅം വഹുവ ലാ യശ്ഉർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുന്ന എത്ര ആളുകൾ അവരറിയുന്നില്ല യാഥാർത്ഥ്യം. മഫ്തൂനുൻ ബിസനാഇൽ ജുഹാലി അലൈഹി, യഥാർത്ഥത്തിൽ അവൻ പരീക്ഷിക്കപ്പെട്ടതാണ്. എങ്ങനെ പരീക്ഷിക്കപ്പെട്ടത്? അവന്റെ ചുറ്റിലും അവനിൽ നിന്ന് സഹായം തേടുന്ന ആളുകൾ, അറിവില്ലാത്ത ആളുകൾ അവനെങ്ങനെ സ്തുതിച്ച് പാടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അള്ള ഇത് തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അവൻ അതിൽപ്പെട്ട് അശ്രദ്ധനായി ജീവിക്കും. അവസാനം അള്ള അവനെ പിടികൂടും. അതുകൊണ്ട് ഇസ്തിദ്റാജിനെ ഓരോ സത്യവിശ്വാസിയും ഭയപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ, ആരോഗ്യമാവട്ടെ, സമ്പത്താവട്ടെ, മറ്റു സൗകര്യങ്ങളാകട്ടെ, ഒക്കെ നൽകുന്നത് അവന് നന്ദി കാണിച്ച് ജീവിക്കാനാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദിയോടെ ജീവിക്കുന്ന പക്ഷം നാം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു നൽകും, അങ്ങനെ അതിൽ ബറക്കത്ത് നൽകും. അതിനാണ് അനുഗ്രഹം നൽകുന്നത്. അതുകൊണ്ട് ഞാൻ അവനെ മറന്ന് ജീവിക്കേണ്ടവനല്ല എന്ന് ഓരോരുത്തരും ചിന്തിച്ചു കൊണ്ടിരിക്കണം. തിന്മകൾക്കെതിരിൽ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുമ്പോൾ ഉത്ബോധകന്മാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
ഇന്നന്നാസ ഇദാ റഅൗ അല്ലാലിമ ഫലം യഅഖുദു അലൈഹി ഔശക അൻ യഉമ്മഹുമുല്ലാഹു ബിഅഖാബ്. അക്രമിയെ കണ്ടിട്ട്, തിന്മയിൽ മുഴുകുന്നവനെ കണ്ടിട്ട് അവരെ പിടികൂടുന്നില്ലെങ്കിൽ, അവർക്ക് ഉപദേശകന്മാരായി മാറുന്നില്ലെങ്കിൽ, അവരെ വെറുതെ വിടുകയാണെങ്കിൽ ഔശക അൻ യഉമ്മഹുമുല്ലാഹു ബിഅഖാബ്, അല്ലാഹ് എല്ലാവരെയും പിടികൂടുന്ന നിലക്ക് പൊതുവായ ശിക്ഷയിറക്കി അല്ലാഹ് മനുഷ്യരെ ശിക്ഷിക്കുമെന്നാണ്. ഒരു ഹദീസിലുള്ളത് വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹു തന്നെ സത്യം, ലതഅമുറുന്ന ബിൽ മഅറൂഫി വലതൻഹവുന്ന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ വേണം. ഔ ലയൂഷിക്കന്നല്ലാഹു അൻ യബ്അത അലൈക്കും ഇഖാബം മിൻഹു, അല്ലെങ്കിൽ അല്ലാഹ് അവനിൽ നിന്ന് പൊതുവായ ശിക്ഷ സമൂഹത്തിലേക്ക് ഇറക്കും. സുമ്മ തദ്ഊനഹു, ആ ശിക്ഷ ഇറങ്ങുമ്പോൾ ആ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ നിങ്ങളൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഫലാ യുസ്തജാബു ലക്കും, പക്ഷെ അള്ളാഹു ആ പ്രാർത്ഥന കേൾക്കൂല, ഉത്തരം ചെയ്യൂല. ഈ അവസ്ഥ വരാതിരിക്കാൻ തിന്മകൾക്കെതിരിൽ നിലകൊള്ളണം എന്ന സന്ദേശമാണ് ഈ ഹദീസിൽ നിന്ന് ഞാനും നിങ്ങളും പഠിക്കേണ്ടത്. അപ്പോൾ തിന്മകളിലേക്ക് കൂടാതെ, തിന്മകളിലേക്ക് നമ്മൾ മുഴുകാതെ, തിന്മകൾക്കെതിരിൽ നിലകൊള്ളുക, തിന്മ ചെയ്യുന്നവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അത് അവനെ ധിക്കരിക്കാനല്ല, തോന്നിവാസത്തിൽ മുഴുകാനല്ല, അള്ളാഹുവിനെ അനുസരിച്ചും അവന്റെ വിധിവിലക്കുകൾ മാനിച്ചും അവന് നന്ദി കാണിച്ചും ജീവിക്കാനാണ് എന്ന് തിരിച്ചറിയുക. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു സമൂഹം നന്നായി മാറുന്നത്. അതിലേറ്റവും പ്രധാനം ഞാൻ ആദ്യം പറഞ്ഞ അള്ളാഹ് എന്ന ബോധം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റുക. അള്ളാഹിനെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിൽ ബോധമുണ്ടായാൽ ഏതൊരു മനുഷ്യനും അവിടെ നിയമമോ അല്ലെങ്കിൽ അവനെ മറ്റ് ഒരു കാര്യവും നോക്കാതെ അവനിൽ മാറ്റമുണ്ടാകും. ഇതിനുള്ള പരിശ്രമം വിശ്വാസികളുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഉത്ബോധനങ്ങൾ ഫലപ്പെട്ട് ഏതൊരാളും സംസ്കരിക്കപ്പെടാൻ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ദീനിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ആ ഉത്ബോധനങ്ങൾ സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ്, ഊദു അൽ മരീള വത്തബിഉൽ ജനായിസ തുദക്കിറുക്കുമുൽ ആഖിറ. നിങ്ങൾ രോഗികളെ സന്ദർശിക്കുക, അതുപോലെ ജനാസയെ പിന്തുടരുക. തുദക്കിറുക്കുമുൽ ആഖിറ, നിങ്ങൾക്ക് അത് പരലോകബോധമുണ്ടാക്കുമെന്നാണ്. പരലോകബോധം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യർ എല്ലാ വേണ്ടാത്തരങ്ങളിലേക്കും തിന്മകളിലേക്കും കൂപ്പുകുത്തുന്നത്. ആ പരലോകബോധം ഉണ്ടാകാൻ ഒരു രോഗിയെ കണ്ടു നോക്കുക. ആ രോഗിയെപ്പോലെ ഞാനായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചാൽ നമ്മളവിടെ മാറ്റം വരും. നമ്മുടെ നാടുകളിൽ ചില രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് മാറ്റമുണ്ട്. എന്താണ് മാറ്റം? ചെറിയ പെൺകുട്ടികൾക്കടക്കം, പ്രായപൂർത്തിയായ മുതിർന്ന സ്ത്രീകളടക്കം ചുണ്ടുകൾ ചോപ്പിക്കുന്നു ലിപ്സ്റ്റിക് ഉപയോഗിച്ച്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനം തെളിയിച്ചത് ഈ ചുണ്ട് ചോപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് പോലുള്ള മേക്കപ്പ് വസ്തുക്കളിൽ അടങ്ങിയ കെമിക്കലുകൾ നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക്, വയറ്റിലേക്ക് ചെന്ന് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് കണ്ടെത്തലുകൾ. വെള്ളപ്പാണ്ട് പോലുള്ള രോഗങ്ങൾ വരുന്നു. അതുകൊണ്ട് ചില ലേഖനങ്ങളിൽ വായിക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഉപയോഗം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്താ കുറയാൻ കാരണം? ഇത് ഉപയോഗിച്ച് എനിക്ക് മാരകരോഗം വരുമോ? ഒരു വിശ്വാസി ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇത് ദീനിൽ എനിക്ക് വിലക്കപ്പെട്ടതാണ്. ഒരു സ്ത്രീ അവളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ അനുവദിച്ചിട്ടുള്ളത് ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമാണ്, അന്യപുരുഷന്മാരുടെ മുമ്പിലല്ല. അത് ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമാണ് പ്രദർശിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളത്. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ഒരു സ്ത്രീ, പ്രായപൂർത്തിയായ ഓരോ സ്ത്രീയും വളരെ മറയിൽ, അടക്കത്തിൽ, ഭക്തിയോടെ ജീവിക്കേണ്ടവളാണ്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഇനി ഞാനത് ഉപയോഗിക്കുന്നില്ല എന്ന് ചിന്തിക്കാൻ കാരണം എന്താ? രോഗം വരും എന്ന് പേടിച്ചിട്ട്.
ആ രോഗത്തെയല്ല ഭയപ്പെടേണ്ടത്. അതിനേക്കാളും ഭയം വേണ്ടത് അള്ള വിലക്കിയതാണെങ്കിൽ എനിക്കത് പാടില്ലല്ലോ, അതാണ് യഥാർത്ഥ ഭയം. അതുകൊണ്ട് ഈ നിലക്കുള്ള പരലോകത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. അതിന് ദീന് പഠിക്കുക, വിശുദ്ധ ഖുർആൻ പഠിക്കുക. അങ്ങനെ അള്ളാഹു തൃപ്തിപ്പെടുന്നവരായി മാറാൻ ശ്രമിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ ശരിയായ നിലക്ക് വിശ്വസിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم اعتقنا من النار، اللهم أصلح شباب المسلمين، اللهم أصلح نساء المسلمين، اللهم اشف مرضانا وارحم موتانا، اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.